ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മുന്നൂസ് മുന്നി മീഡിയ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ടുള്ളത് കാശ്മീരി പുലാവ് റൈസുമായിട്ടാണ് കേട്ടോ. ഇത് വലിയ പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ റൈസ് ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. നമുക്കിതിലേക്ക് ആവശ്യം ബസ്മതി റൈസാണ്. നമ്മൾ അത് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കടായിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മസാല റെഡിയാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറുകാപ്പട്ടയും 2 ബേ ലീഫും പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ബീൻസും ക്യാരറ്റും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൈസ് എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മസാലകളൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ആദ്യം വേവിച്ചെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് റൈസ് ആഡ് ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് റെഡും ഗ്രീനും ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വഴറ്റിയപ്പോൾ ഗരം മസാല ഒക്കെ ആഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് വീണ്ടും റൈസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് നട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ റൈസ് തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് ഉറുമാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത ആപ്പിളും പൈനാപ്പിളും ചെറീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് നേരത്തെ ആഡ് ചെയ്തതുപോലെ നമ്മൾ കുറച്ച് ആഡ് ചെയ്യാണ്ട് വാട്ടി വെച്ച ഉള്ളി, നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന ബീൻസ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ബേ ലീഫ്, കാഷ്യൂനട്ട്, കിസ്മിസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നട്ട്സൊക്കെ കുറച്ച് അധികം ആഡ് ചെയ്യണം കേട്ടോ. കാഷ്യൂനട്ട്, ബദാം, കിസ്മിസ് ഇതുപോലത്തൊക്കെ തന്നെ. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ ഉപ്പച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളുടെ ചിക്കൻ കടായി. സൂപ്പറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും.